മലപ്പുറം താനൂർ CHC ആശുപത്രിക്ക് അടിയന്തര ചികിത്സ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 4 വർഷം മുൻപ് താലൂക്ക് ആശുപത്രിയായി പ്രഖ്യാപിച്ചുവെങ്കിലും നടപടി എങ്ങുമെത്തിയില്ല. താലൂക്ക് ആശുപത്രിക്കായി കെട്ടിടം നിർമ്മിച്ചെങ്കിലും ഇതുവരെയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലെ ഏക ആശ്രയമാണ് താനൂർ CHC ആശുപത്രി. 2021 ബജറ്റിൽ സർക്കാർ 13 കോടി രൂപ വകയിരുത്തി താനൂർ CHC ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തി പുതിയ കെട്ടിടങ്ങളും നിർമ്മിച്ചു. എന്നാൽ താലൂക്ക് ആശുപത്രിയിലേക്ക് വേണ്ട ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ഇനിയും പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ സാധിച്ചിട്ടില്ല. CHC ആവുമ്പോൾ ഇവിടെ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു. രോഗികൾക്ക് വന്നു കഴിഞ്ഞാൽ അഡ്മിറ്റ് എടുക്കാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സൗകര്യങ്ങളൊക്കെ ഇല്ലാതാക്കിയിട്ടാണ് ഈ കെട്ടിടം ഇവിടെ പണിതത്. ഇപ്പൊ ഈ കെട്ടിടത്തിന്റെ പണി കഴിഞ്ഞിട്ട് 1ാം നിലയത്തിന്റെ പണി കഴിഞ്ഞിട്ട് 1 വർഷവും 2 മാസവും ആകാറായി. ഇതുവരെ ഇത് കെട്ടിടം തുറന്നെടുത്ത് താലൂക്ക് ആശുപത്രിയായിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി പഴയ കെട്ടിടങ്ങൾ പൊളിച്ചപ്പോൾ ഇവിടത്തെ കിടത്തി ചികിത്സയും മുടങ്ങി. ഏക ആശ്രയമായ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിയതോടെ ദുരിതം അനുഭവിക്കുകയാണ് ജനങ്ങൾ. അത് തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു സൗകര്യം കിട്ടിയിരുന്നു. അപ്പൊ നമുക്കിവിടെ സൗകര്യമാണെന്നുണ്ടെങ്കിൽ അത് ഉടനെ ഉദ്ഘാടനം ചെയ്യണം. വിവിധ ചികിത്സകൾക്കായി രോഗികളെ മറ്റു പല ആശുപത്രിയിലേക്കും അയക്കേണ്ടി വരുന്നത് ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. സ്ഥലം MLA മന്ത്രി V. അബ്ദുറഹ്മാനെ പ്രശ്നങ്ങൾ അറിയിച്ചിട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പേരിനിപ്പോൾ താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തിയെന്ന് മാത്രമായാണ് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനു മാത്രമായിട്ടുള്ള സംവിധാനങ്ങളോ സൗകര്യങ്ങളൊന്നും ഈ ആശുപത്രിയിൽ ഒരുക്കിയിട്ടില്ല. ഇപ്പോൾ ഈ ബിൽഡിംഗ് നിർമ്മിച്ചിട്ട് അതിനുള്ള ഉപകരണങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാഫുകളോ മതിയായ ജീവനക്കാരെ പോലും ഇവിടെ ഇതുവരെയായിട്ടും ഇവിടെ എത്തിയിട്ടില്ല. ഉടനടി പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നാണ് നാട്ടുകാരുടെ നിലപാട്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. മലപ്പുറത്ത് നിന്നും അരുൺ അമർനാഥ് കൂടി ചേരുന്നുണ്ട്. അരുൺ, ആ റിപ്പോർട്ട് കാണുമ്പോൾ മനസ്സിലാകുന്നത് ഒരു പേരിന് വേണ്ടി മാത്രം, നേരം പോക്കിന് വേണ്ടി മാത്രം ഒരു ആശുപത്രി പ്രവർത്തിക്കുന്നു. പൊതുവെ പറഞ്ഞാൽ നിശ്ചലമാണ്, അല്ലേ? പ്രജീഷ്, പല മെഡിക്കൽ കോളേജിൻ്റെയും അവസ്ഥ നമ്മൾ കാണുന്നു. ഒന്നെങ്കിൽ ജില്ലാ ആശുപത്രി അല്ലെങ്കിൽ ജനറൽ ആശുപത്രി പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറുമ്പോൾ അതിനുള്ള ശേഷി അവിടെ ഉണ്ടാകുന്നില്ല. അതിന് സമാനമായ അവസ്ഥയിൽ തന്നെയാണ് ഈ താനൂർ CHC ആശുപത്രി എന്ന് പറയുന്നത്. ഒരു കുടുംബാരോഗ്യ കേന്ദ്രമായി പ്രവർത്തിക്കുകയാണ്. അത് താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്ന ആവശ്യമായിരുന്നു. അങ്ങനെ 2021 ഇത്തരത്തിൽ കെട്ടിടമൊക്കെ നിർമ്മിച്ചു. കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കെട്ടിടം പൂർണ്ണ നിലയിൽ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ അധികൃതർ നൽകുന്ന വിശദീകരണം അവിടെ എത്തരത്തിൽ ഉള്ള ഒരു പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ട സജ്ജീകരണങ്ങളോ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അതിനാൽ തന്നെ താലൂക്ക് ആശുപത്രിയായി പ്രവർത്തനം തുടങ്ങുന്നത് ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അത് എന്ന് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഇന്നോ നാളെയോ എന്ന രീതിയിൽ തന്നെ നീണ്ടുപോവുകയാണ്. 1.5 വർഷം 2 വർഷം എന്നൊക്കെ അധികൃതർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഇത് മന്ത്രിയുടെ V. അബ്ദുറഹ്മാന്റെ സ്വന്തം മണ്ഡലമായ താനൂരിലെ അവസ്ഥ കൂടിയാണിത്. പലതവണ ഇത്തരത്തിൽ പരാതി പറഞ്ഞു. പക്ഷേ പരാതിയൊക്കെ ഇങ്ങനെ ഒതുങ്ങിപ്പോവുക മാത്രമാണ്, അല്ലെങ്കിൽ ഈ 4 ജോലികൾക്കുള്ളിൽ ഒതുങ്ങി പോവുക മാത്രമാണ് എന്നത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് അവിടെ വരുമ്പോൾ ഒരു നീണ്ട ക്യൂ തന്നെയാണ്. ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് പരാതിയുണ്ട്. പലരെയും മടക്കി അയക്കുന്നുണ്ട്. ഈ തിരൂർ ജില്ലാ ആശുപത്രിയിലേക്കും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും ഒക്കെ രോഗികളെ മടക്കി അയക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഈ താനൂർ താലൂക്ക് ആശുപത്രിയിൽ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജീഷ്, പൂർണ്ണ സജ്ജമാകാനുള്ള ഇടപെടൽ ഉണ്ടാകട്ടെ താനൂർ ആശുപത്രി.